ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗാലക്സി വാച്ച് അൾട്ര അൺബോക്സിംഗ് ആണ്. ഇത് നമ്മുടെ ടൈറ്റാനിയം ഗ്രേ കളർ ആൻഡ് ഇത് നമ്മുടെ ടൈറ്റാനിയം സിൽവർ കളറാണ്. സോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ഓഫ്. സോ ഇതാണ് നമ്മുടെ അൺബോക്സിംഗ്. ഇവിടെ നമ്മുടെ S23 അൾട്ര കിട്ടിയ പോലത്തെ ഒരു ടൈപ്പ് സീലിംഗ് ആണ് വരുന്നത്. ആൻഡ് ഓക്കെ, ഡൺ. ആൻഡ് ഓക്കെ, സോ ഓക്കെ, സോ ഇങ്ങനെ ഒരു കേസ്. അതിൻ്റെ ഇവിടെ നമ്മുടെ വാച്ച്, ചാർജിങ് കേബിൾ, ഡോക്യുമെൻറ്റേഷൻസ് ആസ് വെൽ. സോ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇതാണ് നമ്മുടെ വാച്ച് അൾട്രയുടെ ടൈറ്റാനിയം സിൽവർ കളറ്. ഓക്കെ, സോ അവിടെ ഒരു നമ്മുടെ ഓറഞ്ച് ആയിട്ട് ആ ബട്ടൻ്റെ ചുറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു LTയുടെ ആ സംഭവമാണ് ഓറഞ്ച്, പ്ലസ് എലോങ് വിത്ത് ആ ഒരു ആക്ഷൻ ബട്ടണിനെ കൂട്ട് ഒരു ഓറഞ്ച് ലോഗോ, ഒരു ഓറഞ്ച് ഐഡൻറ്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദൈവാനുഗ്രഹം കൊണ്ട് ഇതിൻ്റെ ഓറഞ്ചാണ് എൻ്റെ ഡെയിലി ഡ്രൈവ്. ഞാൻ ജസ്റ്റ് ഇതിനെ കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ടൈറ്റാനിയം ഗ്രേ സ്ട്രാപ്പിൻ്റെ വെച്ചിട്ടുള്ള ഇപ്പോഴത്തെ കളർ വന്നേക്കണം. ഇതിൻ്റെ ഈ ഒരു ഫ്രെയിമില്ലേ കണ്ടോ, ഈ ഒരു ഫ്രെയിമിൻ്റെ ആ ഒരു ഫ്രെയിമിൻ്റെ കളറാണ് കേട്ടോ. ഇതാണ് സിൽവർ കേട്ടോ. സിൽവറിന് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഒരു ഗ്ലോസി ടൈപ്പ് ഓഫ് എഫക്റ്റ് വന്നിട്ടുണ്ട് സിൽവർ കളറിന്. ഞാൻ സ്ട്രാപ്പ് കാണിച്ചു തരാം. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കി സെയിം ആണ്. ഇവിടെ നമുക്ക് ടൈറ്റാനിയം ഗ്രേയിലാണ് മൊത്തം ഒരു ഗ്രേ ഷെയ്ഡാണ്. സോ ആ ഓറഞ്ച് ആണ്, ആ ബ്ലാക്കിൽ ഓറഞ്ച് വരുമ്പോൾ ഒരു രസമുണ്ട്, പ്രത്യേക ഒരു രസമുണ്ട് കാണാൻ. ഓക്കെ സി. ആൻഡ് ഇവിടെ നമുക്ക് വൈറ്റ് ആണ് വരുന്നത്. ആ ഒരു സിൽവറിൽ വൈറ്റും കൊള്ളാം. രണ്ട് രീതിയിലാണ് കേട്ടോ, പേഴ്സണൽ ഡിഫറൻസ് ആണ് കേട്ടോ. ഓക്കെ സി. ആൻഡ് ഇവിടെ ആ ബോർഡർ, എൻറ്റയർ ബോർഡറും സിൽവറിൽ തന്നെയുണ്ട് കേട്ടോ. ഇവിടെ ഫുൾ എൻറ്റയർ ബോർഡറും ബ്ലാക്കിൽ തന്നെയാണ്. സോ എക്സാക്ട്ലി വാച്ച് ഓൾമോസ്റ്റ് ഡയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലാക്കും, സ്ട്രാപ്സ് ജസ്റ്റ് ഓറഞ്ച് അത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഈ ഓറഞ്ചിനകത്ത് നമ്മുടെ ആ ഒരു ഡയൽ ഉണ്ടല്ലോ, ദാറ്റ് മീൻസ് ആ ക്ലോക്കിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ കൊടുത്തിരിക്കണം. അവർ മാർക്കിംഗ് മൊത്തം ആ ഓറഞ്ചാണ്. എല്ലാം വിത്ത് ആ ലെഫ്റ്റിലും ആ ഒരു ഓറഞ്ച് കിട്ടുന്നുണ്ട്. ആൻഡ് ഇവിടെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. അത് യു ക്യാൻ സി സെയിം തന്നെ, ലെഫ്റ്റ് സൈഡ്സും റൈറ്റ് സൈഡ്സും ഒക്കെ സെയിം തന്നെയാണ്. ആ ഒരു ഫ്രെയിമിങ്ങിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ബാക്ക് സൈഡിലും യു ക്യാൻ സി ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ആ സിൽവർ വേഴ്സസ് ഇവിടെ ആ ഗ്രേഷ് തന്നെയാണ് വരുന്നത്. സോ യു ക്യാൻ സി. ഇനി നെക്സ്റ്റ് നമുക്ക് സ്ട്രാപ്പ് നോക്കാം. ഓക്കെ, സോ ആക്ച്വലി ഇതൊരു ഡാർക്ക് ബ്ലൂ സ്ട്രാപ്പാന്ന് തോന്നുന്നു കേട്ടോ. സോ യു ക്യാൻ സി ഇതാണ് സ്ട്രാപ്പ്. ലെറ്റ്സ് സി. ഓക്കെ, ഒരു എക്സ്ട്രീം ബ്ലാക്ക് എന്ന് പറയത്തക്ക രീതിയിലുള്ളൊരു സ്ട്രാപ്പ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഡാർക്കിഷ് ഗ്രേ ബ്ലൂ, അങ്ങനെ ഒരു ഡാർക്കിഷ് ബ്ലൂ അല്ലെങ്കിൽ ഒരു ഡാർക്കിഷ് ഗ്രേ ടൈപ്പ് ഒരു ആഷ് ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ആൻഡ് കൊള്ളാം ഇതും. ഓക്കെ, ആൻഡ് ഇത് ഈവൻ ഇവിടെയൊക്കെ സാംസങ്ങിൻ്റെ ലോഗോസ് ഉണ്ട് കേട്ടോ, സാംസങ് ലോഗോ. ആൻഡ് ഇഫ് യു കമ്പയർ വിത്ത് ദിസ് ബ്ലാക്ക് വണ്ണിനകത്ത് കണ്ടോ, ഇതിനകത്ത് സ്ട്രാപ്പിൻ്റെ കളർ വെച്ചിട്ട് ഇത് ഗ്രേയിഷ് ആയ കാരണം ഉണ്ട്. ഇവിടുത്തെ കളറും ഗ്രേയിഷ് ആണ്, ഇവിടെ സിൽവർ ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതും കണ്ടോ, ആ ബക്കിൾ അതും ഇതിനകത്ത് ബ്ലാക്ക് വേഴ്സസ് ഇതിനകത്ത് സിൽവർ. സോ ചിലർക്ക് ഈ പ്രീമിയംനെസ് എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഈ സിൽവർ ഫ്രെയിമിൻ്റെ ടൈറ്റാനിയം ഫ്രെയിം കൂട്ട് ഒരു എഫക്റ്റ്, ഒരു അലുമിനിയം ഫ്രെയിം അങ്ങനത്തെ ഒരു ഫ്രെയിം രീതിയിൽ ചിലർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടുമായിരിക്കും. ആൻഡ് ഒബ്വിയസ്ലി ഫോർ ദ ഓറഞ്ച് ആൻഡ് യുണീക്ക് കളറിന് ഇഷ്ടമുള്ളവർക്ക് ഒബ്വിയസ്ലി ബ്ലാക്കിൽ ഓറഞ്ച് വരുന്നതായിരിക്കും പേഴ്സണൽ പ്രിഫറൻസ്. സോ ലെറ്റ്സ് സി. നെക്സ്റ്റ് സ്ട്രാപ്പ് ഇടാനായിട്ട് വെരി സിമ്പിൾ ആണ്. സോ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, രണ്ടിടത്തും ബട്ടൺസ് ഉണ്ട്. ആൻഡ് സെയിം വിത്ത് ഒബ്വിയസ്ലി രണ്ട് പേർക്കും ഉണ്ട്. സോ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്ലോട്ടിൽ നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റും. സോ ബാക്കിലുള്ള ബട്ടണിൽ ജസ്റ്റ് പ്രസ് ചെയ്യുക, നന്നായിട്ട് ഇവിടെ ഫുൾ പ്രസ് കൊടുത്തു. അപ്പോൾ അതേ ആ ഒരു സ്ലോട്ട് ഇച്ചിരി എക്സ്പാൻഡ് ആയിട്ടുണ്ട്. ആൻഡ് ദെൻ ജസ്റ്റ് ഇതങ്ങ് പുഷ് ആയിട്ട് ചെയ്ത് വെച്ചാൽ മതി. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ആൻഡ് സിമ്പിൾ ആട്ടോ, ജസ്റ്റ് ഒറ്റ ടാപ്പിൽ മാറുന്ന കാര്യമാണ്. സോ ഇഷ്ടം പോലെ കസ്റ്റമൈസബിൾ സ്ട്രാപ്സും കൂടെ ഒബ്വിയസ്ലി ഇനി ബാക്കിയുള്ള ബ്രാൻഡ്സ് ഒക്കെ KC5, Spigen ഒക്കെ ഇഷ്ടം പോലെ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൻഡ് ജസ്റ്റ് ഇതും അതേപോലെ തന്നെ ജസ്റ്റ് ആ ബട്ടൺ പ്രസ് ചെയ്യുക ആൻഡ് ജസ്റ്റ് ഹാർഡ് പ്രസ് ചെയ്യുക ആൻഡ് യു ആർ ഗുഡ് ടു ഗോ. സോ ലെറ്റ്സ് സീ. ഓക്കെ, സോ ഒരു സ്റ്റാൻഡേർഡ് ഒരു പ്രീമിയം എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഒരു സട്ടിലായിട്ടുള്ള കളർ, അങ്ങനെ ഐ ക്യാച്ചിങ് ഒന്നുമല്ല, വൈബ്രൻ്റ് ഒന്നുമല്ല, ഒരു സട്ടിലായിട്ടുള്ള കളർ. ആൻഡ് ഇവിടെ ആ ഒരു ലോഗോസ് ഒക്കെ ഉള്ള കാരണം ആ ഒരു ഓറഞ്ച് ഐക്കൺസ് അലോങ് വിത്ത് ആ ഒരു ഓറഞ്ച് ബോർഡർ കളർ കുറച്ചൊരു യൂണീക്നെസ്. ബട്ട് ആസ് എ നോർമൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ നോർമൽ. പക്ഷേ ഇത് ഒറ്റ അടിക്ക് തന്നെ ഇത് അറിയാൻ പറ്റും, ആ ഒരു ഡയലും കാര്യങ്ങളൊക്കെ. സോ പ്രീവിയസ്ലി ഗാലക്സി വാച്ച് 4 ക്ലാസിക് LT ഒരു ബെസ്റ്റ് പ്രൈസ് അപ്രോക്സിമേറ്റ് അറൗണ്ട് 9000 വരെ അതിൻ്റെ LT മോഡൽ അവൈലബിൾ. പക്ഷേ ആ വിലയ്ക്ക് ബ്ലൂടൂത്ത് മാത്രം യൂസ് ചെയ്ത് വല്ലപ്പോഴും ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഓർ 2 മിനിറ്റ്സ് കോൾ ദാറ്റ്സ് ഇറ്റ് ആണെങ്കിൽ വലിയ സീനില്ല. പക്ഷേ അല്ലാത്തൊരാളാണെങ്കിൽ വാച്ച് നന്നായിട്ട് വാമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ടൊരു എന്താ പറയുക, ഒരു പവർ സേവിങ് പോലത്തെ ഒരു മോഡിട്ട് പോയിട്ട് ലിമിറ്റഡ് ആപ്സ്, ലിമിറ്റഡ് യൂസ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലൈറ്റ് മോഡും അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് അപ്രോക്സിമേറ്റ്ലി 10 to 15 മിനിറ്റ്സ് എടുക്കും അതൊന്ന് കൂൾ ഡൗൺ ആയിട്ട്
നോർമലായി വരാം. സോ അതൊരു വലിയൊരു ഇഷ്യൂ തന്നെയായിരുന്നു. ആക്ച്വലി എനിക്കൊരു കോൾസ് ഒരു 5 minutes പോലും ചെയ്യാൻ പറ്റാറില്ല. 2 റീസൺസ് ഉണ്ടായിരുന്നു അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. ഒന്ന്, നമ്മുടെ ലൊക്കേഷനിൽ ഇപ്പോൾ നമ്മൾ വാച്ചിൽ LTE ടവർ കാണിക്കുമ്പോൾ ഒരു 2 കട്ട അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു ബിറ്റ്വീനൊക്കെ കാണിക്കണമെങ്കിൽ നന്നായിട്ട് എപ്പോഴും ഇതിന് സിഗ്നൽ സ്ട്രെങ്ത് വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സോ കുറച്ചും കൂടെ വാമാവും സാധ്യതയുണ്ട്. അതിൽ നിങ്ങൾ നല്ലൊരു സിറ്റി ടൈപ്പാണെങ്കിൽ കുറച്ചും അത്രയും വാമാവാൻ സാധ്യതയില്ല. പിന്നെ ചൂടുള്ള ഏരിയാസ്, ഇപ്പോൾ നമ്മൾ കൊച്ചി കേരളം നമുക്ക് പുറത്തോട്ടൊക്കെ പോയി അത്യാവശ്യം നല്ല വാം ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിലും കൂടെ വാച്ച് ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വാമായിട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു നമ്മുടെ വാച്ച് 4 ക്ലാസ്. ആൻഡ് പ്രീവിയസ് വാച്ചിനും ആ സെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ വേറെ കാര്യമാണ്, ബാറ്ററി ബാക്കപ്പും കുറവായിരുന്നു. ആക്ച്വലി നമുക്ക് വിശ്വസിച്ച് ഒരു ദിവസം കിട്ടും എന്നുള്ള വിശ്വസിച്ച് LTE മോഡിൽ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. ആൻഡ് നോർമൽ ഓൾസോ. പക്ഷേ ഇത് സേഫ് സൈഡ് കണ്ണും അടച്ച് ഞാനിപ്പോൾ ഇന്നലെ കിട്ടിയപ്പോൾ ചാർജ് ആയിട്ട് ഇപ്പോൾ വേക്കൻസി 39% ഇപ്പോൾ ബാക്കിയുണ്ട് കറൻ്റ്ലി അറ്റ് ദ മൊമെൻറ്റ്. സോ ഇത് വാച്ച് 4 ക്ലാസിക് അല്ലെങ്കിൽ പ്രീവിയസ് ജനറേഷൻ ആണെങ്കിൽ ഇപ്പം തന്നെ ഓഫ് ആവേണ്ട സമയം കഴിഞ്ഞു. ഇന്നലെ രാത്രി തന്നെ ഓഫ് ആയിരുന്നു. പക്ഷേ ഇത് അത്യാവശ്യം പക്ക. ഞാൻ 1.5 ഡേയ്സ് ഒരു ആവറേജ് യൂസർക്ക്, ഒരു ഹെവി യൂസർ ആണെങ്കിൽ 1 ഡേയും പ്രോപ്പറായിട്ട് കിട്ടുന്ന ഒരു വാച്ച്. എനിക്ക് യൂസേജ് ഡിപ്പെൻഡ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഹെവി യൂസൊക്കെ ചെയ്യുന്നതിന് അനുസരിച്ച് ഇച്ചിരി കുറയും. ബട്ട് ഒരു സേഫ് സൈഡ്, നമ്മൾ റിസ്ക് ഫ്രീ ഇല്ലാണ്ട് ഒറ്റ ദിവസത്തേക്ക് ബാറ്ററി നമുക്ക് കിട്ടും എന്നുള്ളൊരു ഉറപ്പ് കൊണ്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ ഒരു വാച്ചാണ് നമ്മുടെ വാച്ച് അൾട്ര. നെക്സ്റ്റ് കാര്യം എന്ന് വെച്ചാൽ റിവേഴ്സ് വലസാൻ സപ്പോർട്ട് ചെയ്യുന്ന ഫോൺസിൽ ജസ്റ്റ് ഇത് ബാക്കിൽ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ചാർജ് ആയിക്കോളൂ കേട്ടോ. വേറെ എക്സ്ട്രാ നമ്മൾ ആ ഒരു കൂടെ വന്ന കണക്ടർ ലൈക്ക് ദിസ്, ഈ കണക്ടർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അപ്പോൾ അത് കുറച്ചും കൂടി ഈസാണ് റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉള്ള ഫോൺസിൽ. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. സെറ്റ് UI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള വാച്ചിനകത്ത് എവിടെയെങ്കിലും നമ്മൾ ഒന്ന് വാമാകുമ്പോൾ ഒന്ന് സ്ലോ ആകുക, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലാഗ് ഫീൽ ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈവൻ 40-50K. പക്ഷേ ഈ സംഭവം ഉണ്ടല്ലോ പക്ക സ്മൂത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അങ്ങ് അറ്റാണ്. ഇത് കണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസപ്പിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. നോട്ടിഫിക്കേഷൻ പാനൽ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ആപ്സ് അടാറ് സ്മൂത്ത് കേട്ടോ. പക്ഷെ നമുക്കൊരു ഫോൺ ചെറിയൊരു ഫോൺ യൂസ് ചെയ്യുന്ന അത്ര ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നുണ്ട്. ഇതേ സെറ്റിങ്സ് നമ്മുടെ ഗാലക്സി വാച്ച് അൾട്ര തൂഫാനായിട്ട്. ഇനി നമുക്ക് ബിറ്റ്സ് ഡെപ്തിട്ട് പോവാം. ഇനി നമ്മൾ ആപ്പിളിൻ്റെ വാച്ച് അൾട്ര ആയിട്ട് നോക്കുവാണെങ്കിൽ അവിടെ നമുക്കൊരു ക്രൗൺ കിട്ടുന്നുണ്ട്, ഒരു ഡിജിറ്റൽ ക്രൗൺ. അത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ജസ്റ്റ് എ സെക്കൻഡ്, പക്ഷേ നമ്മൾ ഇതിനകത്ത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. പക്ഷേ ഇത് ഞാൻ നോക്കിയ കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് റൊട്ടേഷൻ ജസ്റ്റ് ഒരു ബട്ടണായിട്ട് മാത്രം ഉണ്ട്. റൊട്ടേഷൻ ഇല്ല, ജസ്റ്റ് ഒരു ബട്ടണായിട്ട് മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. ജസ്റ്റ് ഒരു ആക്ഷൻ ബട്ടണായിട്ട് മാത്രം വർക്ക് ചെയ്യാൻ, ലൈക്ക് ഓൺ ദ ലെഫ്റ്റിലുള്ള ഈ ആക്ഷൻ ബട്ടൺ പോലെയാണ് ഈ നടുക്കത്തെ. ആൻഡ് ജസ്റ്റ് നമ്മുടെ ബാക്കും പിന്നെ നമുക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ വാലറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ 3 ഓപ്ഷൻസ് സെയിം വിത്ത് ദിസ് ഗൈ, സേ 1, 2 and 3 ഓപ്ഷൻസ് ഫോർ ബോത്ത് ഓഫ് ദം. ആൻഡ് ഇതിൻ്റെ ആ റൊട്ടേഷൻ ആണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. സോ ആക്ച്വലി ഇതിനകത്ത് മറ്റേ ഇങ്ങനെ ഞെക്കിയിട്ട് തിരിക്കുന്ന സംഭവമില്ല. മീൻസ് ഇങ്ങനത്തെ ആ റൊട്ടേഷൻ സംഭവം ഇല്ലാതെ കാരണം ഇതിനകത്ത് എക്സ്പെക്റ്റഡ് ആ ഒരു റൊട്ടേഷൻ എക്സ്പെക്ട് ചെയ്തത്, പക്ഷേ ഇതിനകത്തും ഇല്ല. സോ അതൊരു വേണമെങ്കിൽ നെഗ്ലിജിബിൾ ആണ്. അതൊരു ചിലർക്ക് കുറച്ചും കൂടി ഈസർ ആക്സസ് എന്ന് ഞാൻ പറയും. വേഴ്സസ് കണ്ട് ഇതിനകത്ത് നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് എ സെക്കൻഡ്, ഓക്കെ, അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ വേക്കൻസി കണ്ടോ, നല്ല രീതിയിലുള്ള സ്മൂത്ത് കണ്ടോ. ഇങ്ങനെയാണ് നമുക്ക് ഫുൾ കൺട്രോൾ ചെയ്യാം. ഈ ലെഫ്റ്റിലാണ് ഇതിൻ്റെ സ്പീക്കർ ഗ്രിഡ്സ്, വെൽസസ് ഇതിൻ്റെ സ്പീക്കർ ഗ്രിൽ കംപ്ലീറ്റ് ലെഫ്റ്റാണ്. ആൻഡ് ഡിസൈൻ ലാംഗ്വേജ് നിങ്ങളുടെ പേഴ്സണൽസ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഒരു സ്ക്വയർ, അതിൻ്റെ ഉള്ളൊരു സർക്കിളാണ് ഗാലക്സി വാച്ച്. ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഒരു സ്ക്വയർ മൊഡ്യൂൾ. ചിലർക്ക് സർക്കിൾ മൊഡ്യൂൾ ഇഷ്ടമുള്ളവർക്കാണ് ഒബ്വിയസ്ലി ചിലപ്പോൾ ഇതായിരിക്കും ഇഷ്ടപ്പെടുക, കാരണം സർക്കുലർ മൊഡ്യൂളാണ്. വേഴ്സസ് ഇവിടെ നമുക്കൊരു സ്ക്വയർ ഷേപ്പ്, ദാറ്റ് മീൻസ് ഗിയർ സ്പോർട്ട് പോലത്തെ പണ്ടത്തെ ആ ലുക്കിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പേഴ്സണൽ ഫ്രണ്ട്സ്. നമ്മൾ നേരത്തെയുള്ള വാച്ചിൽ കണ്ടുവരുന്ന ഈ റൊട്ടേറ്റിംഗ് ബസ് അല്ല കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ആയിരുന്നു. പക്ഷേ അത് മിസ്സിംഗ് ആണ്. പക്ഷേ ഇൻസ്റ്റഡ് നമ്മൾ ഡിസ്പ്ലേയിലുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ ഇത്തവണ. ആൻഡ് ജസ്റ്റ് ഇതേ നമ്മുടെ ലെഫ്റ്റ് ഇട്ട് ഇതിന് ജസ്റ്റ് ഹോം സ്ക്രീനിൽ ലെഫ്റ്റ് ഇട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ടോപ്പിൽ നിന്ന് ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഐക്കൺസ് ഇതേ ജസ്റ്റ് ഇവിടെ ഇത്രയാണ് മാക്സിമം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ ഏറ്റവും ബോട്ടത്തിൽ നിന്നാണ് നമ്മുടെ ആപ്സ് വരുന്നത്. ഐ ക്യാൻ സി ആപ്സ്. ഇനി നമുക്ക് ഇഷ്ടംപോലെ ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് റീസൺസ് and you can just close all in the background. So that's it. Hello. And then just back. Okay, and they just iങ്ങോട്ട് റൈറ്റ് ഇട്ട് പോയി കഴിഞ്ഞാൽ വിഡ്ജറ്റ്സ്. ഓക്കെ, ആൻഡ് വേറെ ടൈൽസ് ഇഷ്ടംപോലെ ആഡ് ചെയ്യാം. യു ക്യാൻ സി ദി കോണ്ടാക്ട്സ്, മന്ത്ലി കലണ്ടർ, കാൽക്കുലേറ്റർ, ക്ലോക്ക്, അലാം, ഡുവൽ ക്ലോക്ക്, ടൈമർ, വേൾഡ് ക്ലോക്ക്, ബഡ്സ് കൺട്രോളർ, മീഡിയ കൺട്രോളർ, കോണ്ടാക്ട്സ്, മാപ്സ്, ഗൂഗിൾ മാപ്സ്, അപ്പ് നെക്സ്റ്റ് സാംസങ് ഹെൽത്ത്, ബ്ലഡ് ഓക്സിജൻ, ബോഡി കമ്പോസിഷൻ, സൈക്കിൾ ട്രാക്കിംഗ്, വിമൻസ് ഹെൽത്ത്, ഫുഡ്, ഹെൽത്ത് റേറ്റ്, റൂട്ട്, സ്ലീപ്പ്, സ്റ്റെപ്സ്, സ്ട്രെസ്, ടുഗദർ, വാട്ടർ, ECG, മന്ത്ലി കലണ്ടർ, റിമൈൻഡർ, ഡിവൈസ് കൺട്രോൾ, മാനുവൽ റുട്ടീൻസ്, മൾട്ടി കൺട്രോൾ, വെതർ,
വെതർ ഫോർകാസ്റ്റ്. ഇത്രയും വിഡ്ജറ്റ്സ്. ദാറ്റ് മീൻസ് ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ എപ്പോഴും കോൺടാക്ട് ചെയ്യണ ഒരു 5 പേരുണ്ട്. ദാറ്റ് മീൻസ് ഫാമിലി, വൈഫ്, അങ്ങനെ കുറച്ച് എത്രയും പേരുണ്ടെന്ന് വെച്ചു. ജസ്റ്റ് ഇതേ അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് കാണിക്കുക. അപ്പോൾ ഇവിടെ വന്നു. ഇവിടെ ആ കോൺടാക്ട് ലിസ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തു. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇങ്ങോട്ടത്തെ വേണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുവരിക. കണ്ടോ എവിടെയാണ് വേണ്ടത് വെച്ചാൽ അങ്ങോട്ട് കൊണ്ടുവരിക. ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ എനിക്ക് കോൾ ചെയ്യണമെങ്കിൽ കണ്ടോ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. ഇനി ജസ്റ്റ് ഞാൻ ഹോം സ്ക്രീനിൽ നിന്നു. ഹോം സ്ക്രീനിൽ നിൽക്കുവാണ്. എനിക്ക് ഇപ്പോൾ തന്നെ കോൾ ചെയ്യണം. ജസ്റ്റ് സെക്കൻഡ് കോൾ ചെയ്യണം. ജസ്റ്റ് സ്വൈപ്പ് ചെയ്തു. ഇവിടെ 4 കോൺടാക്ട് വരും. ജസ്റ്റ് എടുക്കുക, ഡയൽ ചെയ്യുക. കണ്ടോ ഭയങ്കര ഈസി. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഫങ്ഷൻസ് ഏതാണോ അതൊന്ന് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളെ ഒരു ഓറിയൻറ്റേഷൻ ഇടും. ഇപ്പോൾ ഇതാണ് ഇത് ആവശ്യമില്ലാതാണ് ജസ്റ്റ് ബാക്കിയിട്ട് പോട്ടെ. കണ്ടോ ഇങ്ങനെ ബാക്കിയിട്ട് പോട്ടെ. ഇനി അത് ആവശ്യമുള്ളതൊക്കെ കുറച്ച് ഫ്രണ്ടിട്ട് കയറ്റിയിടുക. സോ കണ്ടോ ഇതിനകത്ത് ഒരു ഇനിയും കസ്റ്റമൈസേഷൻ കിട്ടും. ജസ്റ്റ് മോറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേണ്ടെങ്കിൽ അൺടിക്ക് ചെയ്യാം. പ്ലസ് നിൽക്കി കഴിഞ്ഞാൽ ഏതാണ് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യണം അതനുസരിച്ച് മാത്രം നിങ്ങൾ. സോ മൊത്തം നിങ്ങളൊന്നും ഫോൺ വാച്ച് കിട്ടുമ്പോൾ തന്നെ ഫുള്ളി കുറേ കാര്യങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ കേട്ടോ. നിങ്ങളുടെ പേഴ്സണൽ യൂസേജ് അനുസരിച്ച് തന്നെ. അല്ലാണ്ട് സാംസങ് കുറേ സെറ്റിങ്സ് അവിടെ ഇവിടെ കിട്ടുന്നിട്ട് അതല്ല യൂസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് ഫോൺ മറ്റേ വാച്ച് മൊത്തമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യാം. നെക്സ്റ്റ് എൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ സെറ്റിങ്സ്. ഓക്കെ, സോ കണക്ഷൻസ്, ബ്ലൂടൂത്ത്, വൈഫൈ, NFC, ഫ്ലൈറ്റ് മോഡ്, മറ്റേ മൊബൈൽ നെറ്റ്വർക്ക്സ് അവിടെ LTD ആയ കാരണം മൊബൈൽ നെറ്റ്വർക്ക്സ്. ആൻഡ് ഓൾവേസ് ഓൺ ഓൾവേസ് ഓഫ് നമുക്ക് ആഡ് ചെയ്താൽ പോലും നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ സീനില്ല. അതും പഴയ വാച്ചിലുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ഗൈസ്, ഇതിന് മുമ്പ് ഞാൻ വിട്ടുപോയ കാര്യമാണ് ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. ഒരു രക്ഷയില്ലാത്ത ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. ദാറ്റ് മീൻസ് ഒരു പ്രീമിയം ഫോണിൽ എക്സാക്ട്ലി നമ്മൾ ആപ്പിളിൻ്റെ 15 Pro Max ആ ഒരു സീരീസ് അല്ലെങ്കിൽ S24 Ultra ആ ഒരു സീരീസിൽ ഒരു ഫോണിൻ്റെ ഹാപ്റ്റിക്സ് എങ്ങനെയാണ് ആ രീതിയിൽ റിഫൈൻഡ് ആയിട്ടുള്ള ഹാപ്റ്റിക്സ് ആയിരുന്നു ഈ സാധനം. ഐ വാസ് ജസ്റ്റ് സർപ്രൈസ്. കോൾസ് ഒക്കെ വരുമ്പോഴുള്ള വൈബ്രേഷൻ തീരെ സ്മൂത്ത്. അങ്ങനെ വേണം നമ്മൾ അത്രയ്ക്ക് സ്മൂത്ത് ആളുള്ളൊരു ഹാപ്റ്റിക്സ്. മീൻസ് ഒരു പ്രത്യേക എക്സ്പ്രസ് ചെയ്യാൻ അത്രത്തോളം അടിപൊളിയായിട്ടൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. ഐ നെവർ എക്സ്പീരിയൻസ് എനി ലൈക്ക് ദിസ് ഫ്രം എനി അതർ വാച്ചസ് ഔട്ട് ദർ. ആൻഡ് ലെറ്റ് മീ സെറ്റിങ്സ്. ഓക്കെ, സോ നമ്മൾ ഇനി നെക്സ്റ്റ് മോഡ്സ് നമ്മുടെ ഫോണിലുള്ള നോർമൽ തന്നെ കേട്ടോ മോഡ്സ്. ആൻഡ് ദെൻ നമ്മുടെ നോട്ടിഫിക്കേഷൻസിൻ്റെ ഓപ്ഷൻസ് ഉണ്ടോ കുറച്ച് അധികം ഉണ്ട്. ആൻഡ് ആപ്പ് നോട്ടിഫിക്കേഷൻസ്, ഷോ നോട്ടിഫിക്കേഷൻസ് ഓൺ വാച്ച്, മ്യൂട്ട് നോട്ടിഫിക്കേഷൻസ്, ഡു നോട്ട് ഡിസ്റ്റർബ്, അഡ്വാൻസ് സെറ്റിംഗ്സിനകത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദെൻ വൈബ്രേഷൻ ഡ്യൂറേഷൻ, നോട്ടിഫിക്കേഷൻ വൈബ്രേഷൻ വേണോ, ഷേക്ക്, ഡു ഡിസ്മിസ്, റിസ്റ്റ് ഡിറ്റക്ഷൻ ജസ്റ്റ് ഓൺ ആകാം എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൈ കെട്ടെ ഒരു സെക്കൻഡ്. ഓക്കെ, ഓറഞ്ച്, ടൈറ്റാനിയം ഗ്രേ, ഓക്കെ ഡൺ. ഓക്കെ, സോ ഇപ്പോൾ ജസ്റ്റ് ഓഫായിട്ടിരിക്കുമ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതിൻ്റെ തമ്മിലുള്ള സിങ്ക് ഉണ്ടല്ലോ മാരകമായിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ ജസ്റ്റ് വാച്ചിട്ട് സമയം എത്രയായിരുന്നു ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ നോക്കുക ജസ്റ്റ് ഉണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സ്ക്രീൻ വന്നു. ആൻഡ് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ഔട്ടോ നോക്കിയോ യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ഉണ്ടോ ആ നല്ല സീംലെസ് ആയിട്ടുള്ള ട്രാൻസിഷൻ ആണ്. ദാറ്റ് മീൻസ് ആ ഒരു ഈ വാച്ച് ഫേസിൻ്റെ അപ്ഡേഷനൊക്കെ മറ്റേനകത്ത് വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മുടെ വാച്ച് 4 Classic LTEയോ അതിൻ്റെ പ്രീവിയസ് ജനറേഷൻസിലൊക്കെ വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത്ര സ്മൂത്ത് ആയിട്ടുള്ള ഇംപ്ലിമേഷൻ വരുന്ന ഐ ഡൗട്ട് ദാറ്റ്. ബട്ട് ജസ്റ്റ് തൊടുമ്പോൾ തന്നെ ഓൺ ആവുകയും ചെയ്യും. സോ ആൻഡ് ജസ്റ്റ് ഇതിൽ ഓഫ് ആക്കാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാലും മതി ഉണ്ടോ. ആൻഡ് ജസ്റ്റ് ഡബിൾ ടാപ്പ്, ദാറ്റ്സ് ഇറ്റ്. വാവ്. ആൻഡ് വേറെ കാര്യം ഞാൻ പിന്നെ ആലോചിച്ചു ഈ ബട്ടൺ ഈ നമ്മുടെ അത് കറങ്ങുമായിരിക്കുന്നു. അതും കറങ്ങണം അല്ലട്ടോ, അത് ജസ്റ്റ് ഒരു ബട്ടൺ ആട്ടോ. ദേക്കാൻ സി നമ്മൾ നേരെ അസൈൻ ചെയ്യാൻ പറ്റും. അതൊക്കെ സിം നിങ്ങളുടെ സാംസങ്ങിൻ്റെ ആ ഹെൽത്തിൻ്റെ സംഭവം തന്നെ അത് മാറ്റിയിട്ട് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് ഏതാണ് ഇമ്പോർട്ടൻറ്റ് ഞാൻ എപ്പോഴും എടുത്ത് പറഞ്ഞ കാര്യം അതാണ്. സോ ഏതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ വാച്ചിൽ യൂസ് ചെയ്യുമ്പോൾ അതെടുക്കുക. സോ നമ്മുടെ ഇതേ സെറ്റിംഗ്സിനോട് താഴെ വരുമ്പോൾ നമ്മൾ അത് ഡിസ്പ്ലേയിലൊക്കെ വരാം. അതിന് മുമ്പ് ബട്ടൺസ് ആൻഡ് ജസ്റ്റേഴ്സ് എടുക്കുക. അത് ആക്ഷൻ കണ്ടോ, ആക്ഷൻ ബട്ടൺ ഇതാണ്. ഇപ്പോൾ അത് മാറ്റിയിട്ട് വേറെ ആപ്പ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇത് ടാപ്പ് ചെയ്യുക. വേറെ എക്സസൈസ് വേണം സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് സെക്കൻഡ് ബാക്ക്. അല്ലെങ്കിൽ ടോർച്ച് വേണോ, വാട്ടറിൻ്റെ ലോക്ക് വേണോ, ഞാനിപ്പോൾ അത് ഫീച്ചേഴ്സ് സ്റ്റോപ്പ് വാച്ച് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്റ്റോപ്പ് വാച്ച് ആഡ് കിടക്കണേ. ഓക്കെ ആണോ ആ സെക്കൻഡ് ഇൻസ്റ്റൻ്റ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് റീസെറ്റ് ചെയ്തു. പോട്ടെ, ഇതൊക്കെ പോട്ടെ, ഒന്നും വേണ്ട. സോ പെട്ടെന്നത്തെ ഗ്ലാൻസ് എനിക്കിപ്പോൾ അത് സെക്കൻഡ് സ്റ്റോപ്പ് വാച്ച് ആണ്. ജസ്റ്റ് ടാപ്പ് കണ്ടോ, അതും ഓഫായിരിക്കുന്ന സ്ക്രീനാന്ന് നോക്കണം. ഞാൻ ജസ്റ്റ് ഇത് ലോക്ക് ആക്കുവാണെങ്കിൽ അവിടെ റണ്ണിങ് ആണ് കണ്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ ഓൾവേസ് ഡിസ്പ്ലേയിൽ ഇത് കാണിച്ചുകൊണ്ടിരിക്കും. ഇത് ജസ്റ്റ് ടാപ്പിങ് നോക്കിയോ കണ്ടോ, ബാക്ക് ടു നോർമൽ. മോനെ തീർ സാധനം കേട്ടോ, ഒന്നും പറയാനില്ല. അമ്മാതിരി അത് ശരിക്കും ഇതിൻ്റെ ഒരു ഫ്ലൂയിഡിസിറ്റി ഉണ്ട് എടുത്ത് പറയേണ്ട കാര്യം. സോ
അത്രയ്ക്ക് സ്മൂത്ത് ആൻഡ് ഫ്ലൂയിഡിക് ആയിട്ട് ഒരു ഫോൺ റെസ്പോൺസ് ചെയ്യണം. S24 Ultra അങ്ങനത്തെ ഒരു ഫോൺ അത്രയും ഇല്ല, എന്നാൽ ഇച്ചിരി കുറച്ച് ആ ഒരു ഫോൺ നല്ലൊരു ഫോൺ റെസ്പോൺസ് ചെയ്യുന്ന രീതിയിൽ തന്നെ റെസ്പോൺസ് വരുന്നുണ്ട്. ആൻഡ് ജസ്റ്റ് നമുക്ക് ബാക്ക് ടു സെറ്റിങ്സ് ജസ്റ്റ് ബാക്കി കാണിച്ചാൽ നമ്മൾ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ഉണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ സിസ്റ്റം വൈബ്രേഷൻ അവിടെ എല്ലാത്തിനും ഹാപ്റ്റിക്സ് ആണ്, സാംസങ് കീബോർഡ് ഇട്ടേക്കാം. ഓക്കെ, ആൻഡ് ദി സിസ്റ്റം സൗണ്ട്സ് ഇവിടെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് പേഴ്സണലൈസ് അനുസരിച്ച് ഇഷ്ടം, പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് വരുന്നുണ്ട് കേട്ടോ. സോ ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ടു ടേൺ ഇറ്റ് ഓൺ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്, ഓട്ടോ ബ്രൈറ്റ്നസ് അവൈലബിൾ ആണ്. ആൻഡ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അതിപ്പോൾ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ബാറ്ററി, ഞാൻ ഓൾവേസ് ഓൺ ഡിസ്പ്ലേക്ക് ഓൺ ആക്കിയിട്ട് 24/7 ഓൺ ആക്കിയിട്ടുള്ള ബാറ്ററി ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇനി ഇഷ്ടം പോലെ ബാറ്ററി ബാക്ക് കിട്ടും കേട്ടോ. പിന്നെ അത് റേസ് ടു വേക്ക്, ദാറ്റ് മീൻസ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ ഓൺ ആവണ സമയം റേസ് ടു വേക്ക്. പിന്നെ ടച്ച് സ്ക്രീൻ ടു വേക്ക്, പിന്നെ ഈ സ്ക്രീൻ എത്ര ടൈം കഴിഞ്ഞിട്ട് ഓഫ് ആണ്. ഇപ്പോൾ 15 സെക്കൻഡ് എടുത്താൽ 15 സെക്കൻഡ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോകും. ഓക്കെ, ആൻഡ് ദ ഫോണിൻ്റെ സ്റ്റൈല്, ഫോൺ സൈസ്, ടച്ച് സെൻസിറ്റിവിറ്റി. ഇപ്പോൾ നിങ്ങൾ ചിലവർ സ്ക്രീൻ ഗാർഡ്, ഒബ്വിയസ്ലി ഞാനൊരു സ്ക്രീൻ ഗാർഡ് ഓർഡർ ചെയ്യാൻ പോവാണ്, അത് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ടച്ച് സെൻസിറ്റിവിറ്റി ഇച്ചിരി ഷോക്കായിരിക്കും. അത് പ്രീവിയസ് വാച്ച് 4 ക്ലാസിക്, അതിൻ്റെ അങ്ങനത്തെ വാച്ച് 6 അങ്ങനത്തെ കുറച്ച് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ടച്ച് സെൻസിറ്റിവിറ്റി ഓൺ ആക്കുക. ഇനി വാച്ച് അല്ലെങ്കിൽ എക്സ്ട്രീം കേസ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും, മീൻസ് നിങ്ങളുടെ കേസ് ഉണ്ടല്ലോ സ്പീച്ചിൻ്റെ കൂട്ട് ഫുൾ കവർ ചെയ്യുന്ന കേസ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും ആ സംഭവം ഓൺ ആക്കിയിട്ട് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് നിങ്ങൾ നോർമൽ ഫോണിൽ തുടർന്ന രീതിയിൽ നൈസായിട്ട് ടച്ച് ചെയ്താൽ മതി. സോ അത്ര നമുക്ക് അവിടെ വരുന്നത്. പിന്നെ കുറച്ച് വാട്ടർ ലോക്കിൻ്റെ വിഷൻ എൻഹാൻസ്മെൻറ്റ് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടോ, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ദെൻ അപ്പാർട്ട് ദാറ്റ് നമ്മുടെ ബാറ്ററി 35% അവൈലബിൾ. പവർ സേവിംഗ് മോഡൊന്നും ഓൺ ആക്കിയിട്ടില്ല, അത് ബേസിക് ആയിട്ട് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് ലിമിറ്റ് ചെയ്യണം, CP പെർഫോമൻസ് ലിമിറ്റ് ചെയ്യും, ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ഇതൊക്കെ ഓൺ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. പിന്നെ ഹെൽത്ത് ഫീച്ചേഴ്സ് എപ്പോഴും ലിമിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതൊക്കെ ഓണാണ്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ബാറ്ററി ആൻഡ് ബട്ടൺ ആൻഡ് ജസ്റ്റേഴ്സ് ഓൾറെഡി സംസാരിച്ചു. ഉണ്ടാവും ഇത് ആക്ഷൻ സ്റ്റോപ്പ് വാച്ചിൻ്റെ ഇനി സ്റ്റാർട്ട് വിത്ത് ഡബിൾ പ്രസ്. ഇപ്പം നമ്മൾ ജസ്റ്റ് കണ്ടു ഒറ്റ പ്രസ്, അതാണ് ഞാൻ പേഴ്സണൽ പ്രിഫർ ചെയ്യുക. ഒറ്റ പ്രസ്സിൽ ആക്ഷൻ കാണിച്ചു തരാം. സോറി, ഓക്കെ, നമ്മളിത് ലോക്ക് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഡബിൾ പ്രസ് ചെയ്യണം. ഇപ്പോൾ ഒറ്റ പ്രസ് ചെയ്യുന്ന ഒന്നും വരില്ല കേട്ടോ, ജസ്റ്റ് ഓൺ ആയുള്ളൂ. ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിട്ട് പോകും. ഡബിൾ പ്രസ് ചെയ്തു കണ്ടോ, സ്റ്റോപ്പ് വാച്ച് ആയിട്ട്. പക്ഷേ അതെനിക്ക് അതിനേക്കാളും പ്രിഫറൻസ് ഒറ്റ ബട്ടണിലാണ്. ഇനി ചില ആക്സിഡൻ്റലായിട്ട് ഇനി അങ്ങനെ സ്ഥിരമായിട്ട് അറിയാണ്ട് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ ഡബിൾ പ്രസ് ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ആ ഫീച്ചർ ഓൺ ആക്കിക്കൊണ്ടിരിക്കും. പിന്നെ അതേ ഹെൽത്ത്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി, അക്കൗണ്ട്സ് ആൻഡ് ബാക്കപ്പ്, ഗൂഗിൾ അഡ്വാൻസ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം, ഡിസ്കണക്ഷൻ അലേർട്സ്, വാട്ടർ ലോക്ക്, ഇൻഡിക്കേറ്റർ കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ബിഗ് സ്പീഡ് ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, സോ അത് നമുക്ക് ജസ്റ്റ് ഞാൻ കണക്ട് ചെയ്തിട്ട് റീസെൻ്റ് കാണിച്ചു തരാം. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഡിവൈസ് കെയർ ഫോണിലുള്ള പോലെ തന്നെ. സോ സ്റ്റോറേജ് യു ക്യാൻ സി 11 GB യൂസ്ഡ് ഔട്ട് ഓഫ് 32 GB അവൈലബിൾ, 20 GB അവൈലബിൾ ആണ്. ആൻഡ് അതേ റാം 1.2 GB യൂസ്ഡ് ആണോ? ഞാൻ വേറെ തേർഡ് പാർട്ടി ആപ്പ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല കേട്ടോ, ബേസിക് സ്റ്റോക്കിനകത്ത് ഇപ്പോൾ റൺ ചെയ്യണേ. അതിൽ തന്നെ 1.2 GB അവൈലബിൾ ആണ്, യൂസ്ഡ് ആണ്. ഓക്കെ, 526 MB ആണ് അവൈലബിൾ ഉള്ളൂ. പക്ഷേ ഒപ്റ്റിമൈസേഷൻ വെച്ചാണെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല. ആൻഡ് നെക്സ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, അബൌട്ട് വാച്ച്, നമ്മളൊരു ഇതിൻ്റെ ഒരു സൈറൻ്റ് സംഭവമുണ്ട്. സോ ലെറ്റ് മീ ചെക്ക്. നമ്മുടെ ആ ഒരു അതേ ഹാർഡ് ഫോൾ ഡിറ്റക്ഷൻ, ദറ്റ് മീൻസ് നമ്മൾ വീണ് കഴിയുമ്പോൾ ദാറ്റ് മീൻസ് അലേർട്ട് എടുക്കുന്നത്, ദാറ്റ് മീൻസ് എമർജൻസി, അത് നിങ്ങൾ മസ്റ്റായിട്ട് ടേൺ ഓൺ ചെയ്ത് വയ്ക്കുക. എമർജൻസി ആയിട്ടുള്ള കോൺടാക്ട്സിന് ഇവിടെ ഷെയർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഹാർഡ് ഫോൾ ഡിറ്റക്ഷൻ ഒക്കെ ഓണാക്കി കഴിഞ്ഞാൽ, ഓക്കെ, ആൻഡ് ഇത് ഓണാക്കി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നല്ല വീഴ്ച വീഴുക അല്ലെങ്കിൽ എന്തെങ്കിലും വരാട്ടിരിക്കട്ടെ. സോ ഞാനത് ജസ്റ്റ് പറയാം, എന്തെങ്കിലും ഒരു സിനാരിയോ വന്ന കേസിൽ ഇത് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺടാക്ട്സിന് ഈ ഇന്ന ആൾ ഇന്ന ലൊക്കേഷനിൽ ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഡിറ്റക്ഷൻ ആയിട്ടുണ്ട്, ഹാർഡ് ഫോൾ ഡിറ്റക്ഷൻ ആണ്, അങ്ങനത്തെ ഒരു നോട്ടിഫിക്കേഷൻ വരും. സോ എക്സാക്ട്ലി ഓൾമോസ്റ്റ് ലൈക്ക് ക്രാഷ് ഡിറ്റക്ഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മുടെ മെഡിക്കൽ ഇൻഫോ, അവിടെ നമുക്ക് മെഡിക്കലിൻ്റെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മുടെ ഇൻഫോം കാര്യങ്ങളൊക്കെ. ആൻഡ് എമർജൻസി കോൺടാക്ട്സ്, ഹാർഡ് ഫോൾ ഡിറ്റക്ഷൻ, എമർജൻസി ഷെയറിംഗ് ആൻഡ് വയർലെസ് എമർജൻസി അലേർട്സ്. ഓക്കെ, ഇനി സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിക്ക് നമുക്ക് ഇതിന് വേണമെങ്കിൽ പാറ്റേൺ ഇടാം കേട്ടോ, പാറ്റേൺ സെറ്റ് ചെയ്യാം. ഓക്കെ, 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 ഡൺ. ടേൺ ഓൺ ആവാൻ എത്ര സെക്കൻഡ് എടുക്കും? നമുക്കിപ്പോൾ വാച്ച് ഓഫ് ആണ്. 3, 2, 1 ആൻഡ് ഗോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29 and okay, so around 30 seconds. And you can see the ലോക്കിൻ്റെ നമ്മളെ പാറ്റേൺ സെറ്റ് ചെയ്യുന്ന ലോക്കിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുണ്ടോ ഡ്രോ പാറ്റേൺ, ആൻഡ് എൻ്റെ പാറ്റേൺ ഡ്രോ ചെയ്യുമ്പോൾ ആൻഡ് സ്റ്റാർട്ടിങ് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സോ ഇറ്റ്സ് ഒരു ഫസ്റ്റ് ടൈം ഒപ്റ്റിമൈസിങ് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഡൺ. ഓക്കെ, ആൻഡ് ഇനി വേറെ നമ്മൾ ആ ഒരു സൈറൻ്റെ ഒരു സംഭവമുണ്ട്. സോ ജസ്റ്റ് അത് ആ ഒരു നോട്ടിഫിക്കേഷൻ മേലെ വെച്ചിട്ട് ആ ഒരു നമ്മുടെ ഓഫ് ചെയ്യണ ബട്ടണിലേക്ക് അതേ സൈറൻ സൗണ്ട് എന്തെങ്കിലും വേണം. 9 സെക്കൻഡ് കഴിയുമ്പോൾ സൈറൻ വരുന്ന. ഓക്കെ, ഇത്ര ഉള്ള വച്ചാ നോക്കട്ടെ. ഓ മോനെ, മോനെ, അയ്യോ. നമുക്ക് ഡെപ്തിൽ നോക്കാനുള്ളത് ഇവരുടെ എന്താ പറയുക, ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്തിട്ട് എത്ര നേരം കോൾ നിൽക്കും, അന്നേരം ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ, പിന്നെ ഔട്ട് സൈഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ നോക്കാം. സോ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ഇംപ്രഷനിൽ നല്ല കിഡിലൻ വർത്ത് സാധനമാണ് നമ്മുടെ ഈ ഒരു ഗാലക്സി വാച്ച് അൾട്ര. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ടുഡേ. സൈനിങ് ഓഫ്. ഇറ്റ്സ് ഫോൺ മാനിയ.